ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൃദയങ്ങളിൽ തൻ്റെ അറിവ് സ്ഥിരപ്പെടുത്തിയ, സൃഷ്ടികളിൽ മുഴുവൻ തൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. രാവും പകലും നിലനിൽക്കുന്ന കാലത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ. ഓ ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. മരണശേഷമുള്ള യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാവുക. അസ്വസ്ഥമാക്കൽ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ചികിത്സ സാധ്യമാക്കുന്ന സന്ദർഭമാണ്. നിങ്ങളുടെ രോഗങ്ങളെ, ആത്മാവിനെ ദുഷിപ്പിക്കുന്ന ദോഷങ്ങളെ നിങ്ങൾ ചികിത്സിക്കുക. നിങ്ങളുടെ കർമ്മങ്ങളോടൊപ്പം നിങ്ങൾ രാത്രിയിൽ സഞ്ചരിക്കുക. രാത്രിയിൽ സഞ്ചാരികൾ, രാത്രിയിൽ നന്മകൾ അധികരിപ്പിക്കുന്നവർ നിങ്ങളെക്കാൾ മുൻകടന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടിമകളെ, ഇത് മാസങ്ങളുടെ നേതാവായ നിങ്ങളുടെ മാസമാണ്. ഹൃദയങ്ങളുടെ പൂട്ടുകൾ തുറക്കുന്നതാണ്. നാശങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്ന ഒരു രാത്രി കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ്. 1000 മാസങ്ങളെക്കാൾ അതിനെ അല്ലാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത് വരെ അതിനെ സമാധാനത്തിലാക്കിയിരിക്കുന്നു. ഖേദം പ്രകടിപ്പിച്ച് ആ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവന് വളരെ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ്. പരിഗണനാർഹമായ വിധമുള്ള വീക്ഷണം എവിടെ? വ്യക്തമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത എവിടെ? രാപ്പകലുകളുടെ മാറ്റത്തിലുള്ള ആലോചന എവിടെ? രഹസ്യങ്ങൾ അറിയുന്നവൻ്റെ വാക്ക് നിങ്ങൾ മറന്നുവോ? നിശ്ചയം ഈ ഭൗതിക ജീവിതം ഒരു നശിക്കുന്ന വിഭവമാണ്. നിശ്ചയം പരലോക സ്ഥിരതാമസം ലഭിക്കുന്ന ഭവനവുമാണ്. നീളമേറിയ ആഗ്രഹത്താൽ വഞ്ചിക്കപ്പെടുന്നവനെ, മരണം വരുന്നതിനെ കുറിച്ച് അശ്രദ്ധനായവനെ, സൽക്കർമ്മത്തിൽ വീഴ്ച വരുത്തിയവനെ, നഷ്ടപ്പെടുത്തി കളയുന്നതിനും പാപങ്ങളിലും നിലനിൽക്കുന്നവനെ, ഇത് നിന്റെ പരിശ്രമത്തിൻ്റെയും സഹനത്തിൻ്റെയും സമയമാണ്. നിന്റെ പരലോകത്തിന് വേണ്ടി ഭക്ഷണം, സൽക്കർമ്മം ശേഖരിക്കാനുള്ള അവസരമാണ്. നീ റമളാനിലെ ചില ദിവസങ്ങളിലാണ്. മരണം നിന്നിലേക്ക് വേഗത്തിൽ വരുന്നതിന് മുമ്പ് അതുപോലുള്ളവ ഒരുപക്ഷെ തിരിച്ചു വന്നില്ലെന്ന് വരാം. നീ ഒരു മാസത്തിലാണ്. അതുപോലുള്ളത് നീ ദ്രവിച്ച ശേഷമല്ലാതെ നിന്നിലേക്ക് തിരിച്ചെത്തിയില്ലെന്നും വരാം. ഇച്ഛയുടെ മയക്കത്തിൽ നിന്നും ഹൃദയത്തെ ഉണർത്തുകയും മറ്റുള്ളവർക്ക് പുകഴ്ത്തുന്നതിനെ, സൽക്കർമ്മത്തെ, സൽപ്രവർത്തനത്തെ സ്വന്തം ശരീരത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു മനുഷ്യന് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. മരണം അവനിൽ ഇറങ്ങുന്നതിനും, വിധികൾ അവനെ ഭൂമിയിൽ നിന്ന് പുറന്തള്ളുന്നതിനും, വീടുകൾ അവനിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനും, ഒഴിവ് കഴിവ് അവനിൽ നിന്നും കേൾക്കപ്പെടാതാവുന്നതിനും, അവൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ കഴിഞ്ഞവയാകുന്നതിനും, അവൻ്റെ അവധിയാകുന്ന ഉയർന്ന കെട്ടിടം ബലഹീനമാകുന്നതിനും, പുതിയതായ അവൻ്റെ ശരീരം ദ്രവിക്കുന്നതിനും, അവൻ്റെ പ്രശസ്തി മറക്കപ്പെടുന്നതിനും മുമ്പാണ് അവൻ ഈ നല്ല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞു പോയവരിൽ നിന്നും അവൻ കണ്ട ചര്യയാണ്. പുതിയതായി ജനിച്ച ശേഷം മരിച്ചു പോയവൻ്റെ വഴിയാണ്. അള്ളാഹുവാണ് സത്യം. ഓ വഞ്ചിതരേ, ഈ നാശത്തിൻ്റെ വഴി തന്നെയാണ് നിങ്ങളുടെയും വഴി. അല്പം കഴിഞ്ഞാൽ നിങ്ങളും ഖബറുകൾക്കുള്ളിൽ പ്രവേശിക്കപ്പെടുന്നവരാണ്. ഖബറുകൾക്കുള്ളിൽ നിന്നും പിന്നീട് പുനർജന്മം നൽകപ്പെടുന്നതാണ്. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്നവരാണ്. നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. ഇതൊരു കൺകെട്ടാണോ അതോ നിങ്ങൾ കാണാത്തവരാണോ? ആകാശഭൂമിയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം. നിശ്ചയം മേൽ പറയപ്പെട്ടവ നിങ്ങൾ സംസാരിക്കുന്നവർ എന്ന പോലെ യാഥാർത്ഥ്യമാകുന്നു. ഉത്ഭവസ്ഥാനം ബോധ്യപ്പെടാത്ത ഒരു വഴിയിലേക്ക് തിരക്കറിയാത്തവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മയം ചെയ്യുന്നവനും ഗുണവാനുമായ നിലകൊള്ളുന്നവന്റെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു
والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. നിശ്ചയമായും നാം അതിനെ ഖുർആനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. മലക്കുകളും റൂഹും ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ റബ്ബിൻ്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു. എല്ലാ കാര്യത്തെ സംബന്ധിച്ചും സമാധാന ശാന്തിയത്രേ അവൻ്റെ പ്രഭാതോദയം വരെ ഉണ്ടായിരിക്കും.